ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനും നിൽക്കുന്ന ഒരു ഷോറൂമിൽ ചെറുവാഹനങ്ങൾ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. ചെറുവാഹനങ്ങൾ ഒരുപാട് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് കാണുന്ന ഒട്ടുമിക്ക ആളുകളും ചെറുവാഹനങ്ങൾ നല്ലത് നോക്കി നടക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു കിടിലൻ ഷോറൂമിലാണ് ഇന്ന് നിൽക്കുന്നത്. നമ്മുടെ പാലക്കാടുള്ള പോപ്പുലർ വെഹിക്കിൾസിൻ്റെ പ്രീ ഓണഡ് യൂസർ ഷോറൂം. ഇവിടുന്ന് വാഹനങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ട്രൂ വാലറ്റ് ഷോറൂമുകളിൽ നിന്ന് വാഹനങ്ങൾ എടുക്കുന്ന അതേപോലെ തന്നെ പരിപൂർണ്ണ വിശ്വാസമായി എടുക്കാം. പ്രീ ഓണഡ് ആണെങ്കിൽ കൂടി സർട്ടിഫൈഡ് വാഹനങ്ങൾക്ക് 6 മാസം മുതൽ 1 വർഷം വരെ വാറണ്ടിയും 3 ഫ്രീ സർവീസും മാരുതി വാഹനങ്ങൾക്ക് നൽകുന്നുണ്ട്. അതർ ബ്രാൻഡ് വാഹനങ്ങളാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള വാഹനങ്ങൾക്ക് 1 വർഷം വരെ വാറണ്ടി ഇവരുടെ ഭാഗത്ത് നൽകുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പേടിക്കാതെ വാഹനങ്ങൾ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ചെറിയ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് പോകാവുന്നതാണ്. നല്ല ക്വാളിറ്റി വെഹിക്കിൾസ് ഒരുപാടുണ്ട്. അപ്പോൾ എല്ലാ വാഹനങ്ങളും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഈ ഷോറൂമിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ കോഴിക്കോട് ബൈപ്പാസ് മണലി എന്ന് പറയുന്ന സ്ഥലത്താണ് ഷോറൂം ഉള്ളത്. അതാണ് ട്രിനിറ്റി ഐ ഹോസ്പിറ്റലിൽ അതിനോട് ചേർന്നിട്ടാണ് ഈ ഒരു ഷോറൂം ഉള്ളത്. ഒരുപാട് വാഹനങ്ങളുണ്ട്. നിങ്ങൾക്ക് ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്രയധികം വാഹനങ്ങൾ സ്റ്റോക്കാണുള്ളത്. അതുകൊണ്ടാണ് ഇൻ്റർവ്യൂ കാണാൻ നമ്മൾ ഇങ്ങനെ എടുത്തത് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാ വാഹനങ്ങളും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പരിചയപ്പെടുത്തിരുന്നുണ്ട്. വീഡിയോമായി ലൈക്ക് ഷെയർ മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കട്ടോ. മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റിന് ഒരുപാട് ആളുകളുണ്ട്. അത് ഈ കളറിന് ഒരുപാട് ആരാധകരുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് നല്ലൊരു വാഹനം ഈ ഒരു മെയ് മാസം സ്റ്റോക്ക് കയറിയിട്ടുണ്ട്. ഇത് 2018 മോഡൽ മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ആണ്. VX ആണ് വേരിയന്റ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 46,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. പെട്രോൾ മാനുവലാണ്. കമ്പനി സർവീസ് ഹിസ്റ്ററിങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു വാഹനം കൂടിയാണ്. VX എന്ന് പറയുന്ന വേരിയന്റിൽ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്ന മിഡിൽ ഓപ്ഷൻ ആണ്. 4 പവർ വിൻഡോസ്, ABS, എയർ ബാഗ്, സെൻട്രൽ ലോക്ക്, പാർക്കിംഗ് സെൻസർ, മിറർ ഇൻഡിക്കേറ്ററുകളൊക്കെ വരുന്നുണ്ട്. പോരാത്തതിന് നല്ല ക്വാളിറ്റിയിൽ സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. ടയറുകളൊക്കെ കണ്ടീഷൻ ടയേഴ്സ് ആണ്. ഈ ഒരു വാഹനത്തിന് ഇപ്പോൾ ചോദിക്കുന്ന പ്രൈസ് 5,60,000 രൂപയാണ്. ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയതിൽ മാറ്റം കാണാനൊക്കെ ഉണ്ടാവും. പോരാത്തതിന് വേറെ കംപ്ലൈൻറ്റോ മേജർ ആക്സിഡന്റോ ഇല്ലാത്തതിന്റെ പേരിൽ 1 വർഷത്തെ വാറണ്ടിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാക്സിമം ലോൺ കയറുന്ന ഒരു വാഹനം കൂടിയാണ്. ഒരു മീഡിയം ബജറ്റിൽ നല്ലൊരു വാഹനം നോക്കുന്നവർക്ക് നല്ലൊരു വാഹനമാണ് മാരുതി ഓൾട്ടോ 800. ചെറിയ ഡൗൺ പേയ്മെന്റ് കൊടുത്തിട്ട് ചെറിയ EMI സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു വാഹനം സ്റ്റോക്ക് കയറിയിട്ടുണ്ട്. ഇത് 2015 മോഡൽ മാരുതി സുസുക്കിയുടെ ഓൾട്ടോ 800 LXA വേരിയന്റ് ആണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലാണ് വാഹനം വരുന്നത്. 87,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വേറെ മേജർ ആക്സിഡന്റ് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. കണ്ടീഷൻ വെഹിക്കിൾ ആണ്. ഇതിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 2,35,000 രൂപയാണ്. ഈ ഒരു വാഹനത്തിന് 30,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തിട്ട് ബാക്കി 2 ലക്ഷം രൂപ നമ്മൾ ലോൺ ചെയ്യുകയാണെങ്കിൽ ഒരു മാസം ഒരു 5,000 താഴെയാണ് EMI കാര്യങ്ങളൊക്കെ വരുള്ളൂ. മീഡിയം ബഡ്ജറ്റിൽ ഒരു കാർ വേണം. അതുപോലെ തന്നെ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന, കൊടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ റീസെയിൽ വാല്യൂ കിട്ടണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒരു യൂസർ എടുക്കുന്ന ആളുകൾക്ക് പറ്റിയൊരു വാഹനം നമ്മുടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. മാരുതിയുടെ ഓൾട്ടോ കേട്ടൺ ആണ്. ഇത് 2013 മോഡൽ വരുന്നത്. 2ാമത്തെ ഓണർഷിപ്പിലാണ് വാഹനം നിൽക്കുന്നത്. 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. കണ്ടീഷൻ വെഹിക്കിൾ ആണ്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 1,60,000 രൂപയാണ്. ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറുതിൽ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്കിപ്പോൾ ലോൺ വേണമെങ്കിൽ അധികം ഇയറിലൊന്നും കിട്ടില്ല. ചെറിയൊരു ഗ്യാപ്പിൽ നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. 2021 മോഡൽ മാരുതി സുസുക്കിയുടെ ഓൾട്ടോ 800 ആണ്. VX ആണ് വേരിയന്റ്. 2ാമത്തെ ഓണർഷിപ്പിലാണ് വാഹനം നിൽക്കുന്നത്. 61,000 കിലോമീറ്റർ വാഹനം ഓടിയിട്ടുള്ളത്. വേറെ മേജർ ആക്സിഡന്റ്, റീപ്ലേസ്മെന്റ്, കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. കണ്ടീഷൻ വെഹിക്കിളാണ്. അതുകൊണ്ട് തന്നെ 6 മാസത്തെ വാറണ്ടി ഉണ്ട്. 3 ഫ്രീ സർവീസ് ഉണ്ട്. അത് ഓൾ ഇന്ത്യ ഏത് മാരുതി സർവീസ് സെന്ററിലും കിട്ടും. ഈ ഒരു വാഹനത്തിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ AC, പവർ സ്റ്റിയറിംഗ്, അതുപോലെ തന്നെ പവർ വിൻഡോസ്, ABS, എയർ ബാഗ് കാണൊക്കെ വരുന്നുണ്ട്. ടയറും കാണൊക്കെ കണ്ടീഷൻ ടയേഴ്സ് ആണ്. ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് 3,40,000 രൂപയാണ്. ഇതിൽ തന്നെ ഒരു 40,000 രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് ആദ്യം കൊടുക്കുകയാണെങ്കിൽ ബാക്കി 3 ലക്ഷം രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു 7,500, 7,000 ആ റേഞ്ചിൽ മാസം EMI അടക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ 40,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ പറ്റും. 6 മാസത്തെ വാറണ്ടി ഉണ്ട്. 3 ഫ്രീ സർവീസ് ഉണ്ട്. ഒരു ലോ ബജറ്റിൽ ഒരു കണ്ടീഷൻ വാഹനം നോക്കുന്നവർക്ക് Zen Nestയുടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് ഭാഗം നോക്കുകയാണെങ്കിൽ 2006 മോഡലാണ്. 2ാമത്തെ ഓണർഷിപ്പിലാണ് വാഹനം നിൽക്കുന്നത്. 1,15,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. AC, പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് വെറും 90,000 രൂപ മാത്രമാണ്. ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയതിൽ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സെഡാൻ സെഗ്മെന്റിൽ നിങ്ങൾക്ക് നല്ലൊരു വാഹനം നോക്കി നടക്കുന്നവരാണെങ്കിൽ അനുയോജ്യമായിട്ടുള്ള ഒരു വാഹനം സ്റ്റോക്ക് കയറിയിട്ടുണ്ട്. ഇത് മാരുതി സുസുക്കിയുടെ സിയാസ് ആണ്. 2016 മോഡൽ വരുന്നത്. VXA പ്ലസ് എന്ന് പറയുന്ന വേരിയന്റ് ആണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലാണ് വാഹനം വരുന്നത്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ഇത് 89,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെനുവിൻ കിലോമീറ്റർ ആണ്. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇതിൽ 4 ഡോർ പവർ വിൻഡോസ്, ABS, എയർ ബാഗ്, റിമോട്ട് സെൻട്രൽ ലോക്ക്, അതുപോലെ തന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, റിവേഴ്സ് ക്യാമറ, LCD ഡിസ്പ്ലേ, നല്ല സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ടയേഴ്സ് ആണ്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. കണ്ടീഷൻ വെഹിക്കിളാണ്. ചോദിക്കുന്ന പ്രൈസ് 5,40,000 രൂപയാണ്. ഇതിലൊരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് പോകാൻ പറ്റും. i20 ഡീസൽ വാഹനം നോക്കുന്നവർക്ക് നല്ലൊരു വാഹനം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽസ് ഭാഗം നോക്കുകയാണെങ്കിൽ 2012 മോഡൽ i20 ആണ് ഹുണ്ടായിയുടെ. ഇത് ഡീസൽ എഞ്ചിനാണ് വരുന്നത്. 3ാമത്തെ ഓണർഷിപ്പിലാണ് വാഹനം നിൽക്കുന്നത്. സ്പോർട്സ് എന്ന് പറയുന്ന വേരിയന്റ് ആണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനം തന്നെയാണ്. അലോയ് വീല്, അതുപോലെ തന്നെ 4 ഡോർ പവർ വിൻഡോ, സെൻട്രലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. 1,84,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ചോദിക്കുന്ന പ്രൈസ് 1,85,000 രൂപയാണ്.
ആസ്കിംഗ് പ്രൈസ് ആണ്. കച്ചവടം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ചെറിയ രീതിയിൽ മാറ്റം ഉണ്ടാവും. മാരുതി സുസുക്കിയുടെ ബലേനോ പ്രീമിയം കാറ്റഗറിയിൽ പെടുന്ന ഒരു വാഹനമാണ്. ഡീറ്റെയിൽസ് ഭാഗം നോക്കുകയാണെങ്കിൽ 2018 മോഡൽ ബലേനോ ഡെൽറ്റ വേരിയന്റ് ആണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 50,000 കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത്. പെട്രോൾ മാനുവലാണ്. ഡെൽറ്റ എന്ന് പറയുന്ന വേരിയന്റിൽ 4 ഡോർ പവർ വിൻഡോസ്, ABS, എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു ഡെൽറ്റ എന്ന് പറയുന്ന മിഡിൽ ഓപ്ഷനിൽ തന്നെ വരുന്നുണ്ട് കേട്ടോ. പേപ്പേഴ്സ് കാണാനെല്ലാം ക്ലിയർ ആണ്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. സീറ്റ് കവേഴ്സും കാണാനൊക്കെ ഉണ്ട്. ഉള്ളും പുറമൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വണ്ടിയാണ്. ഈ ഒരു വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 5,61,000 രൂപയാണ്. ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയതിൽ മാറ്റം ഉണ്ടാവും. പോരാത്തതിന് ഈ ഒരു വാഹനത്തിന് 1 ഇയർ വാറണ്ടിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാൻ പറ്റുന്ന വാഹനമാണ്. മാക്സിമം ലോൺ സൗകര്യം ഒരു 40,000-50,000 ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ലോണും ചെയ്യാം കേട്ടോ. ഒരു മീഡിയം ബഡ്ജറ്റിൽ നല്ലൊരു വാഹനം, ഒരു ചെറുവാഹനം നോക്കുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വാഹനം സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഇത് 2018 മോഡല് ഹുണ്ടായിയുടെ ഇയോൺ ആണ്. എറ എന്ന് പറയുന്ന വേരിയന്റ് ആണ്. നിലവിൽ 2ാമത്തെ ഓണർഷിപ്പിലാണ് വാഹനം നിൽക്കുന്നത്. 70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പെട്രോൾ മാനുവലാണ് വരുന്നത്. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സും കാണൊക്കെ വരുന്നുണ്ട്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, പിന്നെ നല്ല സീറ്റ് കവേഴ്സും കാണൊക്കെ ചെയ്തിട്ടുണ്ട്. ഉള്ളും പുറമൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ ടയറും കാണൊക്കെ കണ്ടീഷൻ ടയേഴ്സ് ആണ്. ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് 2,70,000 രൂപയാണ്. ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയ രീതിയിൽ മാറ്റം കാണൊക്കെ ഉണ്ടാവും. മാക്സിമം ലോൺ സൗകര്യം ഉണ്ട്. ഒരു 50,000-40,000 ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ലോൺ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ മാസം ഒരു 5,500, 5,000 ആ റേഞ്ചിൽ നമുക്ക് EMI കാര്യങ്ങളൊക്കെ അടക്കേണ്ടി വരും. പോരാത്തതിന് വേറെ മേജർ ആക്സിഡന്റ് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതിന്റെ പേരിൽ ഇതിന് 1 വർഷത്തെ വാറണ്ടി കൂടി കൊടുക്കുന്നുണ്ട്. ന്യൂ ഫേസിൽ വരുന്ന പുതിയൊരു വാഗനർ നോക്കുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള നല്ലൊരു വാഹനം സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ഡീറ്റെയിൽസ് ഭാഗം നോക്കുകയാണെങ്കിൽ ഇത് 2023 മോഡൽ മാരുതി സുസുക്കിയുടെ വാഗനർ ആണ്. 1.2 ZX ആണ് വേരിയന്റ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 66,000 കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത്. ZX എന്ന് പറയുമ്പോൾ 4 ഡോർ പവർ വിൻഡോസ്, ABS, എയർ ബാഗ്, സെൻട്രൽ ലോക്ക്, സ്റ്റിയറിംഗ് കൺട്രോൾ, അതുപോലെയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട്. കണ്ടീഷൻ ടയേഴ്സ് ഉണ്ട്. വേറെ ഒരു തരത്തിലുള്ള കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല. നല്ല കണ്ടീഷൻ വാഹനം ആയതുകൊണ്ട് തന്നെ 1 വർഷത്തെ വാറണ്ടി കൊടുക്കുന്നുണ്ട്. 3 ഫ്രീ സർവീസും കൂടെ നൽകുന്നുണ്ട്. ഓൾ ഇന്ത്യ ഏത് മാരുതി സർവീസ് സെന്ററിലും കിട്ടും. ഈ ഒരു വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 6,16,000 രൂപയാണ്. ഇതിൽ തന്നെ നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ ഒരു 30,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ലോൺ ചെയ്യാൻ പറ്റും. മാരുതി സുസുക്കിയുടെ വാഗനർ 4 സിലിണ്ടർ വാഹനങ്ങൾ ഒരുപാട് ആളുകൾ അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോഴും ഡിമാൻഡ് ഈ ഒരു മോഡലിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ നല്ലൊരു വാഹനം സ്റ്റോക്ക് കയറിയിട്ടുണ്ട്. ഡീറ്റെയിൽസ് ഭാഗം നോക്കുകയാണെങ്കിൽ 2020 മോഡൽ സ്വിഫ്റ്റ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. VX ആണ് വേരിയന്റ്. പെട്രോൾ മാനുവലാണ്. 37,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെനുവിൻ കിലോമീറ്റർ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. VX മിഡിൽ ഓപ്ഷൻ ആണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. വേണ്ട ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഉള്ള ഒരു വാഹനം തന്നെയാണ്. ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ടയേഴ്സ് ആണ്. അത്ര ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് 6 മാസത്തെ വാറണ്ടി ഉണ്ട്. 3 ഫ്രീ സർവീസ് ഉണ്ട്. ഓൾ ഇന്ത്യ ഏത് മാരുതി സർവീസ് സെന്ററിൽ നമുക്ക് കിട്ടും ചെയ്യും കേട്ടോ. ചോദിക്കുന്ന പ്രൈസ് 5,71,000 രൂപയാണ്. ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയതിൽ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. ഒരു 30,000-40,000 ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ലോൺ ചെയ്യാൻ പറ്റുന്ന വാഹനമാണ്. ലോ ബജറ്റിൽ നല്ലൊരു വാഹനം നോക്കുന്നവർക്ക് മാരുതി എയർസ്റ്റാർ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. 2008 മോഡലും 9 രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള മാരുതി സുസുക്കി എയർസ്റ്റാർ ആണ്. നിലവിൽ 2ാമത്തെ ഓണർഷിപ്പിലാണ് വാഹനം ഉള്ളത്. VX ആണ് വേരിയന്റ് വരുന്നത്. 88,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. റണ്ണിങ് കണ്ടീഷൻ വാഹനമാണ്. 2030 വരെ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആയിട്ടുള്ള വാഹനം കൂടിയാണ്. ഇതിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 1,50,000 രൂപയാണ്. ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയ മാറ്റം ഉണ്ടാവും. കച്ചവടം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ. മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ആണ്. 2019 ആണ് മോഡൽ. LX ആണ് വേരിയന്റ് വരുന്നത്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ മാനുവൽ ആണ്. 79,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. കണ്ടീഷൻ വെഹിക്കിൾ ആണ്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് 5,16,000 രൂപയാണ്. ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറുതിൽ മാറ്റം ഉണ്ടാവും. പോരാത്തതിന് 6 മാസത്തെ വാറണ്ടി, 3 ഫ്രീ സർവീസും ഓൾ ഇന്ത്യ ഏത് മാരുതി സർവീസ് സെന്ററിലും കിട്ടും. ഒരു സെഡാൻ സെഗ്മെന്റിൽ ഒരു വാഹനം നോക്കുന്നവർക്ക് മാരുതിയുടെ ഡിസൈർ സ്റ്റോക്ക് കയറിയിട്ടുണ്ട്. ഇത് 2018 മോഡൽ മാരുതി സുസുക്കിയുടെ ഡിസൈർ ആണ്. LX ആണ് വേരിയന്റ്. ഇത് 2ാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ മാനുവൽ ആണ്. 53,000 കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത്. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ഈ ഒരു LX വേരിയന്റിൽ തന്നെ വരുന്നുണ്ട്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോസ്, അതുപോലെ തന്നെ സെൻട്രൽ ലോക്ക്, റിവേഴ്സ് ക്യാമറ ചെയ്തിട്ടുണ്ട്. LCD ഡിസ്പ്ലേ വരുന്നുണ്ട്. സീറ്റും കാര്യങ്ങളൊക്കെ പ്രീമിയം ക്വാളിറ്റി സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ ഒരു 90-90% ടയേഴ്സ് ഉണ്ട്. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതിന്റെ പേരിൽ ഈ ഒരു വാഹനത്തിന് നമുക്ക് 1 വർഷത്തെ വാറണ്ടിയും ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 4,76,000 രൂപയാണ്. ചെറിയൊരു ഡൗൺ പേയ്മെന്റ് ആദ്യം കൊടുക്കുകയാണെങ്കിൽ മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആയാൽ മാത്രം മതി. ഇത് 2018 മോഡൽ സിയാസ് ആണ്. ഡെൽറ്റ എന്ന് പറയുന്ന മിഡിൽ ഓപ്ഷൻ വേരിയന്റ് ആണ് വരുന്നത്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലാണ്. 55,000 കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത്. പെട്രോൾ മാനുവൽ ആണ് വരുന്നത്. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഡെൽറ്റ എന്ന് പറയുന്ന വേരിയന്റിൽ 4 ഡോർ പവർ വിൻഡോസ്, ABS, എയർ ബാഗ്, സെൻട്രൽ ലോക്ക്, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, നല്ല ക്വാളിറ്റി സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. ടയറും കാണൊക്കെ കണ്ടീഷൻ ടയേഴ്സ് ആണ്. വേറെ ഒരു തരത്തിലുള്ള കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഈ ഒരു വാഹനത്തിന് നിലവിലില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിന് നമുക്ക് 1 വർഷത്തെ വാറണ്ടിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
ചോദിക്കുന്ന പ്രൈസ് 5,91,000 രൂപയാണ്. ആസ്കിംഗ് പ്രൈസ് ആണ്, ചെറുതിൽ മാറ്റം ഉണ്ടാവും, മാക്സിമം ലോൺ കിട്ടും. കേരളത്തിലെ റോഡുകളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു വാഹനമാണ് മാരുതി എക്സ്പ്രസോ. നല്ല ഡിമാൻഡുള്ള ഒരു വാഹനമായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ പുതിയതൊക്കെ എടുക്കാൻ നിൽക്കുന്ന ആളുകൾക്ക് നല്ല അനുയോജ്യമായിട്ടുള്ള ഒരു പുതിയതുപോലെ തന്നെ തോന്നിപ്പിക്കുന്ന ഒരു ഷോറൂം കണ്ടീഷൻ വാഹനം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇത് 2022 മോഡൽ മാരുതി സുസുക്കിയുടെ എക്സ്പ്രസോ VXA ഓപ്ഷനിൽ എന്ന് പറയുന്ന വേരിയന്റ് ആണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പ് ആണ്, പെട്രോൾ മാനുവൽ ആണ്, വെറും 14,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അതാണ് പറഞ്ഞ് പുതിയതുപോലെ തന്നെയുള്ള ഒരു ഷോറൂം കണ്ടീഷൻ വാഹനം. ഹിസ്റ്ററിങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇതിൽ AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോസ്, ABS, എയർ ബാഗ്, സെൻട്രൽ ലോക്ക്, കണ്ടീഷൻ ടയേഴ്സ് എല്ലാം ഉണ്ട്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലൈന്റ് ഒന്നും ഇല്ലാത്തതിന്റെ പേരിൽ ഈ ഒരു വാഹനത്തിന് നമുക്ക് വാറന്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 1 വർഷത്തെ വാറന്റിയും 3 ഫ്രീ സർവീസ് ആണ് വരുന്നത്. ചോദിക്കുന്ന പ്രൈസ് 4,20,000 രൂപ ആസ്കിംഗ് പ്രൈസ്, ചെറുതിൽ മാറ്റം ഉണ്ടാവും. 20,000 30,000 ആ റേഞ്ചിൽ ഡൗൺ പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ ബാക്കി നമുക്ക് ലോൺ ചെയ്യാം.